നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവസ്ത്രമണിഞ്ഞ ഒരു കന്യാസ്ത്രീ, അതും ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ. ആ പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്ന് ചാട്ടവാർ പ്രകാരം ഒരു മന്ത്രിക്ക് ഏൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിനും വലിയ നാണക്കേടൊന്നും കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക് വരാനില്ല. നിലപാടുകളുടെ മാറ്റം മറിയലുകൾക്കനുസരിച്ച് വെള്ളാപ്പള്ളി നടേശനോട് മത്സരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇന്ന് അദ്ദേഹം പറഞ്ഞ ആ തീരുമാനത്തിൽ, ആ നിലപാടിൽ എത്ര നേരം ഉറച്ചു നിൽക്കും എന്നുള്ളത് ചിന്തനീയമാണ്. ആർക്കും പ്രവചിക്കാൻ കഴിയാത്തതാണ്. അടുത്ത നിമിഷം അത് മാറിയേക്കാം. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെയാണ്. ആദ്യം സ്കൂളിന് അനുകൂലമായി നിലപാടെടുത്തെങ്കിലും പിന്നീട് പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള ഭയവും അവരുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു പേടിയും കാരണം അദ്ദേഹം നിലപാട് മാറ്റി. ഒരു നിലപാടില്ലാത്ത നിലപാടായിപ്പോയി അതെന്ന് പറയാതെ വയ്യ. പക്ഷെ ഇന്ന് പത്രസമ്മേളനത്തിൽ സെന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പളായ കന്യാസ്ത്രീ അതിമനോഹരമായാണ് അവർ സംസാരിക്കുന്നത്. അവർ കണക്കറ്റ് പരിഹസിക്കുന്നു. എന്നാൽ പരിഹസിക്കുന്നു എന്ന് തോന്നാത്ത വിധം കേരള വിദ്യാഭ്യാസ മന്ത്രിയെ അവരുടെ ഭാഗ്യത്തിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ആ വാർത്ത ആ പത്രസമ്മേളനത്തിലെ ചില ദൃശ്യങ്ങളൊന്ന് കേൾക്കുക. അവർ കൃത്യമായിട്ട് പരിഹസിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ. ഇതുപോലെ മലയാളം പോലെ, അല്ലെങ്കിൽ ഈ മലയാള മണ്ണിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രി കഷ്ടം എന്ന് പറയത്തക്ക നിലത്തിൽ തരം താഴുന്നതിനെ കുറിച്ചുള്ള അവരുടെ ഒരു ചാട്ടുളി പ്രയോഗമാണിത്. നിങ്ങളൊന്ന് കേൾക്കുക. മനസ്സിലാവുന്നവർക്ക് തിരിയേണ്ടവന് തിരിയും, തിരിയാത്തവന് നട്ടം തിരിയും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പത്രസമ്മേളനം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും ആദ്യ ദിനങ്ങളിൽ സ്കൂളിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകൾ ആരാഞ്ഞിരുന്നു. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇന്നോളം നൽകിയ എല്ലാ സപ്പോർട്ടിനും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിന് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ബഹുമാന്യായ പ്രിൻസിപ്പള് അവര് വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല, വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹൈബീഡൻ MP, എറണാകുളം MP-യുടെ തലക്കിട്ടും കൂട്ടുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് അവർ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു, അദ്ദേഹം കൂടെ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, പക്ഷെ ഞങ്ങളെ കണ്ടില്ല എന്ന് കൃത്യമായിട്ട് പൊതുസമൂഹത്തോട് പറയുകയാണ്. ഇവിടെ വന്നൊരു ഒരു നാടകം കാണിച്ചു. ആ നാടകത്തിലെ കോമാളി വേഷം വളരെ വൃത്തിയായി ഹൈബീഡൻ കെട്ടി ആടിയിട്ടുണ്ടെന്ന് പറയാണ്. ഒപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ആശ്വസിപ്പിച്ചു കെ ബാബു എന്ന് പറയുന്നു. കെ ബാബു ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഈ വിഷയത്തിൽ ഒരു തരത്തിൽ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഒരു നിഷ്ക്രിയനായിരുന്നു എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഈ ആർജവത്തോടു കൂടി ഈ തിരുവസ്ത്രമണിഞ്ഞ ഈ കന്യാസ്ത്രീ. എന്തു മനോഹരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് കേൾക്കൂ. അതുപോലെ എറണാകുളത്തിന്റെ ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ ഇവിടെ ഈ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാൻ എത്തുകയുണ്ടായി. അന്നേ ദിനം അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ സ്കൂളിലേക്കും പരിസരത്തേക്കും കടന്നു വരുന്നത്. അദ്ദേഹത്തിനും ഞങ്ങൾക്കെന്നും പ്രോത്സാഹനം നൽകി പോരുന്ന സ്ഥലം MLA ശ്രീ കെ ബാബുവിനും സമയം കണ്ടെത്തി ഇവിടെ എത്തി. ഈ പത്രസമ്മേളനത്തിലെ ഏറ്റവും കാമ്പുള്ള ഭാഗം എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, അതായത് ഇവർ സ്പഷ്ടവും വ്യക്തവുമായിട്ട് പറയുകയാണ്, ആ കുട്ടി സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിച്ചു വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഇവിടെ പഠിക്കാം. ആദ്യ ദിനം എപ്രകാരമാണോ ഈ വിദ്യാലയത്തിലേക്ക് ആ വിദ്യാർത്ഥി കാലെടുത്തു വെച്ചത് അതുപോലെ തന്നെ ഞങ്ങൾ പരിഗണിക്കും എന്നാണ്. ഒപ്പം അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഭാരതീയ ദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ രാജ്യത്തിൻ്റെ സിസ്റ്റത്തിനും ഈ രാജ്യത്തിൻ്റെ ദർശനങ്ങൾക്കും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും അനുസൃതമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. സിലബസിന് പുറത്ത് അത് ഞങ്ങൾ നിഷ്കർഷിക്കുന്ന കാര്യമാണെന്ന് അതിൽ നിന്ന് ആ കന്യാസ്ത്രീ അതിന് ഊന്നൽ കൊടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭാരതം വൈവിധ്യപൂർണമാണ്. എല്ലാ വൈവിധ്യങ്ങളെയും കൈനീട്ടി സ്വീകരിക്കുന്നതാണ്.
ഇവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് അനുഭവിക്കാവുന്നതെല്ലാം അനുഭവിക്കാം. വളരെ മനോഹരമാണ് ഈ സംസ്കാരം, നമ്മുടെ മണ്ണ്. ഈ മണ്ണിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സംസ്കാര രീതികൾ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതിൻ്റെ ഒരു സാംസ്കാരിക അധിനിവേശത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ മണ്ണിൻ്റെ മണമുള്ള ആളുകളാണ്. ഞങ്ങളുടെ വിശ്വാസം വ്യത്യസ്തമായിരിക്കാം. ഞങ്ങൾ ചിലപ്പോൾ മറ്റ് വൈദേശിക മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. ഈ മണ്ണിൽ പിറന്ന മതത്തിലായിരിക്കില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഈ മണ്ണിന്റെ മണമുള്ള ആളുകളാണ്. ഈ മണ്ണിന്റെ സംസ്കാരത്തെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ സാംസ്കാരിക അധിനിവേശത്തിനെ ചെറുക്കുവാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ഈ സ്കൂൾ പ്രിൻസിപ്പൽ സ്പഷ്ടമായിട്ട് പറയുന്നത്. അത് മനസ്സിലാക്കുവാൻ ശിവൻകുട്ടിയുടെ ബുദ്ധി പോരാ എന്ന് മാത്രം പറയട്ടെ. ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും. പരമപ്രധാനമായ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. We are wholeheartedly ready for that. We hope the best will happen. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. Totally Indian education. I mean, beyond the curriculum, we teach our students the culture, tradition, and what all good both Bharat and Kerala have. The human value and the importance of humanity. ഒപ്പം എല്ലാ സുരക്ഷയും ഒരുക്കിയ ഹൈക്കോടതിക്ക് ഈ വിഷയത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കി, ഇത് എന്താണെന്ന് മനസ്സിലാക്കി കൃത്യമായി ഇടപെട്ട സ്കൂളിന് സുരക്ഷ ഒരുക്കിയ ഹൈക്കോടതിക്കാണ് അവർ നന്ദി പറയുന്നത്. മറിച്ച് സംസ്ഥാന ഗവൺമെന്റിനല്ല. രാഷ്ട്രീയം മാത്രം കാണുകയും അപ്പോഴപ്പോഴുള്ളതിനെ അപ്പപ്പ കാണുന്നവനെ അപ്പ വിളിക്കുന്ന നികൃഷ്ടമായ ഈ രാഷ്ട്രീയ ചിന്താഗതി ഇടതുപക്ഷം ഒഴിവാക്കണമെന്നാണ് ഈ സംഭവത്തിലൂടെ പറയുവാനുള്ളത്. വോട്ട് കിട്ടുവാൻ നിലപാടിൽ വെള്ളം ചേർക്കുക, തെറ്റാണെന്ന് വിളിച്ചു പറയാൻ തയ്യാറാകാതിരിക്കുക. ഇത്തരം നിലപാടുകൾ ഈ മണ്ണിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കേവലം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വോട്ട് മാത്രം കണ്ടുകൊണ്ട് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് സമീപകാല ഭാവിയിൽ ഇടതുപക്ഷത്തെ എവിടെ എത്തിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. സ്വന്തം ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം നിലപാടുകളിലൂടെ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാറ്റണം, മാറിയേ പറ്റൂ. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ. ഇത് മനസ്സിലാക്കാത്തിടത്തോളം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടും. ഭാവി കാലം വിദ്യാർത്ഥികൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് പാഠപുസ്തക താളുകളിൽ നിന്ന് വായിച്ചറിയേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ വീഡിയോ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.